ലോക മൂവിയിൽ നമ്മുടെ നീലി നെസ്ലിൻ്റെ ദേഹത്ത് ഒരു മരുന്ന് കുത്തുമ്പോൾ നെസ്ലിൻ്റെ കിളി പറക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? എനിക്കെന്താ കുത്തിവെച്ചത്? മോർഫിൻ. വളരെ പവർഫുൾ ആയിട്ടുള്ള പെയിൻ കില്ലറായ മോർഫിന് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു കിളി പറത്തിയ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ ബ്രെയിൻ അടങ്ങുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രഗുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. CNS സ്റ്റിമുലൻസും CNS ഡിപ്രസൻസും. ഇതിൽ CNS ഡിപ്രസൻസ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഉറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ടാക്കും. ഈ CNS ഡിപ്രസൻസിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ് മോർഫിനും ഫെൻറ്റനൈലും പോലുള്ള പെയിൻ കില്ലർ ഉൾക്കൊള്ളുന്ന ഓപ്പിയോയിഡ്സ്. സാധാരണയായി നമ്മുടെ ശരീരത്തിൽ പെയിൻ ഫീൽ ചെയ്യുന്നത് പെയിൻ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് പെയിൻ സിഗ്നൽസ് സ്പൈനൽ കോഡ് വഴി ട്രാവൽ ചെയ്ത് ബ്രെയിനിലെത്തുമ്പോഴാണ്. എന്നാൽ അവിടെയാണ് ഓപ്പിയോയിഡ്സ് ആക്ട് ചെയ്യുന്നത്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും അടക്കമുള്ള ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സിൽ ഓപ്പിയോയിഡ്സ് ബൈൻഡ് ചെയ്ത് പെയിൻ സിഗ്നൽസ് ബ്രെയിനിലെത്തുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നാൽ ഈ പറഞ്ഞ ഓപ്പിയോയിഡ്സിന് വേറെ കുറച്ച് സെക്കൻഡറി എഫക്റ്റ് കൂടിയുണ്ട്. ഓപ്പിയോയിഡ് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നത് വഴിയാവ എക്സസ് ആയിട്ടുള്ള ഡോപ്പമീൻ റിലീസിന് കാരണമാവുകയും ബ്രെയിൻ അതൊരു പവർഫുൾ റിവാർഡ് സിഗ്നലായിട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യുകയും അത് കാരണമായി സാധാരണ ഉണ്ടാകുന്ന പ്ലഷറിനേക്കാൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു ക്രിങ്ങി എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ മോർഫിൻ്റെ സ്ട്രക്ചറൽ അനലോഗാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന കഫ് സിറപ്പായ ടോസെക്സിലെ ഒരു കണ്ടന്റായ കൊഡീൻ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്യുന്ന നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ആർട്ടിഫിഷ്യലായി മൂഡ് എൻഹാൻസ് ചെയ്യാനായി സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഹാർട്ട് അറ്റാക്ക്, പാനിക് അറ്റാക്ക്, സ്ട്രോക്ക്, മെമ്മറി ലോസ്, സൈക്കോസിസ്, ബ്രെയിൻ ഡാമേജ് തുടങ്ങി നമ്മുടെ ശരീരത്തിനെ കംപ്ലീറ്റായി പാരലൈസ് ചെയ്യാൻ വരെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ സിന്തറ്റിക് ഡ്രഗിന് പറ്റും. സോ ഓൾവേസ് റിമെമ്പർ വാട്ട് ലാലേട്ടൻ സെഡ്.